നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ദി ചീഫ് ഫിസിഷ്യൻ, വജ്ര ആയുർവേദ ആൻഡ് യോഗ റിട്രീറ്റ്. നമസ്കാരം, ഞാൻ ഡോക്ടർ വത്സലാദേവി. ഇന്ന് ഞങ്ങളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സയുടെ ഇമ്പോർട്ടൻസ്, കർക്കിടക ചികിത്സയുടെ ഡയറ്റിനെ കുറിച്ച്, കഴിക്കേണ്ട ഭക്ഷണം, അതിൻ്റെ ചെയ്യേണ്ട രീതികൾ, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇവർക്കും അറിയുന്നത് പോലെ ജൂലൈ 17 കർക്കിടകം 1 ആചരിക്കപ്പെടുകയും അതോടനുബന്ധിച്ച് ഒട്ടാകെ കർക്കിടക ചികിത്സയും സുഖചികിത്സയും കർക്കിടക കഞ്ഞി, ഔഷധ കഞ്ഞി എന്നുള്ള ഇതിനെക്കുറിച്ച് ആ ഒരു സമയമാണ് നമുക്കിപ്പം വരുന്നത്. അപ്പം എന്താണ് കർക്കിടകം, എന്താണ് കർക്കിടക ചികിത്സ എന്നുള്ളത് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. കർക്കിടകം എന്ന് നമ്മൾ പറയുമ്പോൾ അത് മലയാളിയുടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കർക്കിടകം വരുന്നത് മഴക്കാലത്തിൻ്റെ 2ാമത്തെ പാതിയിലാണ്. ആദ്യത്തെ പാതി, ഇടവപ്പാതി എന്ന് പറയുന്ന മലിനജലത്തോടു കൂടിയ വലിയ മഴയോടുകൂടിയ കാലം കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് വ്യാധികളും ജലജന്യ വ്യാധികളും പലവിധ വ്യാധികളും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ത്രിദോഷങ്ങളുടെ കോപം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ആരോഗ്യം ക്ഷയിച്ചിരിക്കുക, നമുക്ക് പല വിധത്തിലുള്ള പനികളോ അല്ലെങ്കിൽ നമുക്ക് പലവിധ ജീവികളിൽ നിന്ന് പകരുന്ന അസുഖങ്ങളോ, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളുടെ ഒരു കാലമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആകാശം ഒന്ന് തെളിഞ്ഞ് മഴ ഒന്ന് നല്ല രീതിയിൽ പെയ്ത് ജലാശയങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വെള്ളവും ഒക്കെ ഉണ്ടായി അവിടെ പല വിധത്തിലുള്ള നമ്മുടെ പച്ചിലകളൊക്കെ ഉണ്ടായി വരുന്നൊരു സമയം, ഇതിൻ്റെയൊക്കെ പാകത്തിനുള്ളൊരു മൂപ്പെത്തിയ ഒരു സമയം. ഒരു കർഷക പാരമ്പര്യമുള്ള ഒരു കേരളത്തിൽ ആ സമയം ഒരു നടിയിലും എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ വിളകളൊക്കെ ഒന്ന് ഒതുങ്ങി അതിൻ്റെതായ പാകപ്പെടുത്തുന്ന രീതിയിൽ എത്തി നിൽക്കുമ്പോൾ കർഷകരുടെ ഒഴിവു സമയം കൂടി ആയിരുന്നു. ഈ സമയത്ത് നമ്മുടെ ശരീര സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ആരോഗ്യം നല്ലപോലെ സൂക്ഷിക്കാനും പിന്നെ അതുപോലെ തന്നെ പകർച്ചവ്യാധികളെ ഒഴിവാക്കാനും കൂടിയാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത്. അതൊരു വർഷത്തെ നമ്മുടെ ഒരു ആരോഗ്യ സമ്പാദ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതാണ് കർക്കിടക ചികിത്സയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യവും കർക്കിടക ചികിത്സയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം പകർച്ചവ്യാധികൾ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് കർക്കിടക ചികിത്സയ്ക്ക് ഒരുപാട് മഹത്വമുണ്ട്. കർക്കിടക ചികിത്സ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം കർക്കിടക മാസം ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ചികിത്സാ വിധികളെ കുറിച്ച് ഡോക്ടറിന് നന്നായിട്ട് വിശദീകരിച്ച് പറയാം. അതെ, കർക്കിടക ചികിത്സയിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പം ആയുർവേദമാണല്ലോ ഈ കർക്കിടക ചികിത്സകളിൽ പറഞ്ഞ് പ്രചരിച്ച് ലോകമെമ്പാടും പറയുന്ന ഒരു കാര്യം. അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതശാസ്ത്രമാണ്, അതല്ലാതെ ഒരു മെഡിക്കൽ സയൻസ് മാത്രമല്ല, ജീവിതശൈലി കൂടിയാണ്. അതെ, ജീവിതശൈലി കൂടിയാണ്. നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ ഹിതം അതുരസ്യ വികാര പ്രശമനം എന്ന്. അപ്പം സ്വസ്ഥനെ എങ്ങനെ സ്വസ്ഥനാക്കി വെക്കാം അതും കർക്കിടകത്തിൽ പറയുന്നുണ്ട്. ഒരു സുഖചികിത്സ എന്ന് പ്രചരിക്കുന്ന ഒരു കാര്യം, വെൽനെസ് ട്രീറ്റ്മെന്റ്, ഒരു സ്വസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരാളെ എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാമെന്നും അതുരസ്യ വികാര പ്രശമനം, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തെ ഏത് രീതിയിൽ എന്തൊക്കെ ചികിത്സകൾ കൊടുത്ത് എന്തൊക്കെ മരുന്നുകൾ കൊടുത്ത് നമുക്കതിനെ നിവാരണം ചെയ്യാം എന്നുള്ളതാണ് അതുരസ്യ വികാര പ്രശമനം എന്ന് പറയുന്നത്. അപ്പം ഈ 2 തരത്തിലാണ് നമുക്ക് ചികിത്സാ രീതികൾ പോകുന്നത്. അപ്പോൾ സുഖചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഹെൽത്തി ആൾക്കും എന്തെന്നെ ആയാലും അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് അവരുടെ എന്താണോ അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അത് നോക്കിയിട്ട്, പ്രകൃതി എന്ന് പറയും, പ്രായം അതും അതിനെയും മാനിച്ചുകൊണ്ട് അവരുടെ ആ ശരീര സ്ഥിതിയെ എല്ലാ കണക്കിലും എടുത്തിട്ട് നമുക്ക് ഒരു ഹെൽത്തി ആക്കി നിലനിർത്താനുള്ള ചികിത്സകളും അതിൽ കേരളീയ ചികിത്സകളുണ്ടാകും. അതേപോലെ തന്നെ പുറമേയുള്ള ചികിത്സകൾ, ഉള്ളിലേക്കുള്ള മരുന്നുകൾ, അതോടൊപ്പം പഞ്ചകർമ്മ ചികിത്സകളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ട്, ഇപ്പം ത്രിദോഷ കോപം, 3 ദോഷങ്ങളും കോപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ സുഖചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൂടി കൊടുക്കുന്നത്. ചികിത്സ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ്, പലതരത്തിലുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, ആ ഒരു ശരീരാവസ്ഥയും രോഗാവസ്ഥയും രോഗിയവസ്ഥയും എല്ലാം മാനിച്ചുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം ആ രോഗിക്ക് ആവശ്യമുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ്സ്, അത് പഞ്ചകർമ്മമാവാം, പഞ്ചകർമ്മം ഉൾപ്പെടുത്തി കേരളീയ ആയുർവേദ ചികിത്സകളാവാം, ഉള്ളിലേക്കുള്ള മരുന്നുകളാവാം, അങ്ങനത്തെ ഒരു പ്രോട്ടോകോൾ രീതിയിൽ ചെയ്യുന്നതാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പം കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയമോ കാര്യങ്ങളോ വേണ്ട, 2 രീതിയിലും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഒരു സുഖചികിത്സ എന്നായിട്ടും അതേപോലെ തന്നെ ഒരു അസുഖത്തിന്
വേണ്ടി ചെയ്യുന്ന ചികിത്സകളുമായിട്ടും പോകുന്നുണ്ട്. ഏവർക്കും നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ കർക്കിടക ചികിത്സയിൽ ചികിത്സകൾ മാത്രമാണോ അതോ മരുന്നുകൾ ഉള്ളിലേക്ക് ഇന്ന പല നമ്മളിപ്പോൾ കേട്ട് വരുന്നുണ്ട്, മരുന്ന് കഞ്ഞിനെ കുറിച്ചും മരുന്നുണ്ടാ, അങ്ങനത്തെ പല കാര്യങ്ങൾ കേൾക്കാം. അപ്പം മരുന്നിനെ കുറിച്ചും അതേപോലെ തന്നെ ആ സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ചും ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? കർക്കിടകം എന്ന് പറയുമ്പോൾ തന്നെ പലവിധ മരുന്ന് ഭക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ത്രിദോഷകോപം നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. നമ്മുടെ വിശപ്പൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിശപ്പ് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആദ്യം ശ്രമിക്കണം. പിന്നെ ആ ഭക്ഷണം നല്ല രീതിയിൽ, വിശപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടായതിന് ശേഷം പല വിധത്തിലുള്ള നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ബലം കൂടാനുള്ള മരുന്നുകളാണ് കഴിക്കേണ്ടത്. ഈ നമ്മുടെ രസായനം പോലത്തെ മരുന്നുകൾ, അതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ ഒരു ആഹാരത്തിന്റെ ഒരു രീതി നമ്മളുടെ പോഷകാംശം കൂടി ഉൾപ്പെടുന്നതായിരിക്കണം. നമുക്കറിയാം, പത്തിലത്തോരൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. വ്യാധി ക്ഷമത്വം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം, പകർച്ചവ്യാധികൾക്കൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് പത്തിലത്തോരൻ പോലത്തെ ആഹാരം നല്ലതാണ്. നമ്മുടെ ഒരു ജാഠരാഗ്നി അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശപ്പ് നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ടും ദഹനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമ്മളെ പോഷകാംശങ്ങളൊക്കെ ശരീരത്തിലേക്ക് നന്നായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മരുന്ന് കഞ്ഞി വഴി പല വിധത്തിലുള്ള മരുന്ന് കഞ്ഞികൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പല മരുന്നുകൾ, ഒരു അഗസ്ത്യ ബീജം അല്ലെങ്കിൽ നമുക്കൊരു പല വിധത്തിലുള്ള മരുന്നുകൾ അടങ്ങിയ മരുന്ന് കഞ്ഞികൾ കഴിക്കാൻ പറ്റും. നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കുറച്ച് ചുക്കും കുരുമുളകും ഒക്കെ പൊടിച്ചിട്ട് വീട്ടിൽ തന്നെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അങ്ങനെ പല വിധത്തിലുള്ള കഞ്ഞികൾ, പിന്നെ പല വിധത്തിലുള്ള മാംസഭക്ഷണങ്ങൾ, സൂപ്പ് പോലത്തെ ഭക്ഷണം, അല്ലെ പിടിക്കോഴി പോലത്തെ ഭക്ഷണം, ആട്ടിൻ സൂപ്പ്, ഇതൊക്കെ അവരവരുടെ രോഗവും പ്രായവും ദഹനശേഷിയും അനുസരിച്ച് കഴിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് പാൽക്കഞ്ഞി, നമ്മളുടെ ചികിത്സകൾ, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാൽക്കഞ്ഞി എന്നുള്ള ഒരു സേവ കൂടി വളരെ നല്ലതാണ്. പിന്നെ പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് കർക്കിടകത്തിലുള്ള ഔഷധ സേവ. ഈ ഔഷധ സേവ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളെ കളയാനും വിഷാംശങ്ങളെ കളയാനും ദഹനം നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൂടിയുള്ളതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ഭക്ഷണക്രമമാണ് മുക്കുടി സേവ എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള പച്ചലുകൾ അരച്ചുണ്ടാക്കുന്ന, മോരിൽ കലക്കി ഉണ്ടാക്കുന്ന മരുന്നുകൾ. ഇതെല്ലാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈദ്യാനുസരണം മാത്രമേ ഈ ചികിത്സകളും ഭക്ഷണ രീതികളും പാലിക്കാവൂ. ഇവിടെ നമുക്ക് കൂടുതൽ അഗ്നി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. പിന്നെ സാധാരണയായിട്ട് നമുക്ക് കർക്കിടകത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, പിന്നെ ആ സമയത്ത് പാലിക്കേണ്ട ജീവിത രീതികൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡോക്ടർ വിശദീകരിച്ച് പറയാം. നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ രോഗിയും രോഗാവസ്ഥയും അനുസരിച്ചായിരിക്കും മരുന്നുകൾ കൂടുതലും. അതാണ് പറയുന്ന വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകളായാലും അതേപോലെ ചികിത്സകളായാലും. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കർക്കിടക സമയത്ത് പല തിരുമൽ കേന്ദ്രങ്ങളൊക്കെ കാണാം. പക്ഷെ അവിടെയൊന്നും പോയി നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാതെ ചികിത്സകൾ ചെയ്യാതെ ഒരു പ്രോപ്പറായിട്ട് ഉള്ളൊരു വൈദ്യനെ കണ്ട് അവർ നിശ്ചയിക്കുന്ന പ്രകാരം മാത്രം ചികിത്സകളും മരുന്നുകളും ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതെ, ആയുർവേദ ഡോക്ടറിനെ തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സകൾ ചെയ്യാം. മരുന്ന് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് മരുന്നുകൾ, ഇപ്പോൾ പറയുന്ന രസായനം പോലെയുള്ള, നമുക്ക് അടുത്തൊരു വർഷം നമ്മുടെ ശരീരത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്താം, എങ്ങനെ ആരോഗ്യവാനായി നിലനിർത്താം എന്നാണ് നമ്മൾ കർക്കിടക മാസത്തെക്കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീര പുഷ്ടിക്കും അതേപോലെ അഗ്നിവർദ്ധനത്തിനും ആയിട്ടുള്ള മരുന്നുകളാണ് കൂടുതലും സേവിക്കേണ്ടത്. അത് ശരീരത്തിനും അഥവാ രോഗിയാണെങ്കിൽ ആ രോഗാവസ്ഥയ്ക്കും ഉചിതമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. പിന്നെ രസായനം പോലെയുള്ള ലേഹ്യങ്ങൾ നമുക്ക് കഴിക്കാം. ഇപ്പൊ പറഞ്ഞ അജമാംസ രസായനം, പാട്ടിൻ സൂപ്പ് കഴിക്കുന്നത് പോലെ തന്നെ അതിൽ മറ്റു മരുന്നുകളോട് അടങ്ങിയിട്ടാണ് അജമാംസ രസായനം പോലെയുള്ള ഇത് വരുന്നത്. അജമാംസ രസായനം കഴിക്കാം. അതല്ലെങ്കിൽ അശ്വഗന്ധാദി ലേഹ്യം പോലെയുള്ള രസായനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ മാത്രമല്ല, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലായാലും ഞവര അരിയുടെ ഉപയോഗം പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മൾ കേട്ട് വരുന്നതാണ്. ഞവര അരിക്ക് നമ്മൾ സാധാ അരിനേക്കാട്ടിലും കൂടുതൽ പുഷ്ടിയും അതേപോലെ തന്നെ ഒരുപാട് മൂല്യങ്ങൾ കൂടിയ ഒരു അരിയും കൂടിയാണ്. അപ്പം അതും ആ ഒരു സമയത്ത് സേവിക്കാവുന്ന ഇത് തന്നെയാണ്. ജീവിതശൈലിയിൽ നമുക്ക് നമ്മുടെ ശരീരം
ജീവിതശൈലികൾ പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ സമയത്ത് ദഹനം കുറഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും രാത്രി കാലങ്ങളിൽ നേരത്തെ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് എന്താ പറയുക, നമ്മൾ ഈ ആയാസമായിട്ടുള്ള കാര്യങ്ങളും ഓവർ ടെൻഷനും സ്ട്രെസ്സും ഒന്നും എടുക്കാത്തൊരു ജീവിതശൈലി നോക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ലെവല്. അതെ, നല്ല ഉറക്കം ഏറ്റവും നല്ല അത്യാവശ്യമായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പറയുന്നത്. പിന്നെ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ കറക്റ്റായിട്ട് വീടും പരിസരവും, ഇപ്പൊ ഈ പകർച്ചവ്യാധിയുടെ സമയം ആയതുകൊണ്ട് വീടും പരിസരവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ കാലുകളുടെ ഒരു ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയത്തൊക്കെ നടക്കുന്നത് കൊണ്ടും പല വിധത്തിലുള്ള രോഗങ്ങൾ, സാംക്രാമിക രോഗങ്ങൾ ആ വഴി വരാനും പിന്നെ ഫംഗൽസ് പോലത്തെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുള്ളതുകൊണ്ട് കർക്കിടകത്തിൽ ആ കാലുകളുടെ ആരോഗ്യം കൂടി പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം. അപ്പം എനിക്ക് തോന്നി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കർക്കിടകവും കർക്കിടക ചികിത്സയും. പക്ഷേ ഞങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു ഇതാണ് ചെയ്തിരിക്കുന്നത്. പലർക്കും അത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അതേപോലെ തന്നെ വജ്രയിൽ കർക്കിടക ചികിത്സയും വന്ന് ചെയ്തു പോകാവുന്ന ചികിത്സകളും അതേപോലെ ഇവിടെ നിന്ന് ചെയ്യാവുന്ന പാക്കേജുകളും വജ്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ID-യും ഒക്കെ ഇടുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും ഓൺലൈൻ കൺസൾട്ടേഷനും സൗകര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കർക്കിടകത്തെ മാക്സിമം പ്രയോഗപ്പെടുത്തും. ഏവർക്കും നല്ലൊരു കർക്കിടകവും നല്ലൊരു ആരോഗ്യവും നേർന്നുകൊണ്ട് നന്ദി. ആയുർവേദത്തിലൂടെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.